ഹലോ, 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും നമ്മുടെ അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ, കഴിഞ്ഞ വർഷത്തെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിച്ച പുസ്തകമല്ല, നമ്മളൊരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠമൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം പഠിക്കാൻ പോവുകയാണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താ? ദ വാംത്ത് ഓഫ് ലവ് എന്നാണ് കേട്ടോ. എന്താ പേര്? ദ വാംത്ത് ഓഫ് ലവ്. നമ്മളിവിടെ ചിത്രം കാണുന്നുണ്ടല്ലേ, കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്, അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഒരു അച്ഛനും അമ്മയും മോനും ഉണ്ട്. അച്ഛൻ മോനോട് സ്നേഹത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് തൊട്ട് മുകളിൽ 3 കുഞ്ഞു പക്ഷികളുണ്ട്. അതുപോലെ തന്നെ അവരുടെ അമ്മ പക്ഷി എന്തോ കാര്യമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ടാവണം അല്ലേ, ഇല്ലെങ്കിൽ എന്തൊക്കെ തീറ്റയൊക്കെ കൊടുക്കാൻ പറഞ്ഞ പോലെ അവർ കാര്യമായിട്ട് വായൊക്കെ തുറന്നിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്നേഹവും സന്തോഷമൊക്കെ ഇവിടെ കാണുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ തൊട്ട് താഴെ എഴുതി നോക്കിയേ, എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞേ? റോബർട്ട് ഫ്രോസ്റ്റ്. എന്താ പറഞ്ഞേ? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. അങ്ങനെ പറഞ്ഞാൽ ഭൂമിയാണ് സ്നേഹിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ശരിയായ സ്ഥലം ഏതാണ്? ഭൂമിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മളോട് പറയുന്നത്. ഇനി തൊട്ടടുത്ത ചിത്രം നോക്കണേ. അപ്പോൾ എന്താണ് ആ ചിത്രത്തിലുള്ളത്? 2 ചിത്രമുണ്ട്. ഒരു ചിത്രത്തിലാരാ? ഒരു കുട്ടി ഹാപ്പി ആയിരിക്കുന്നുണ്ട്, അമ്മ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കാണ്. രണ്ടാമത്തെ ആളോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും? മടി പിടിച്ചിട്ടായിരിക്കും അല്ലേ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചർ അബൌട്ട് ദ 2 ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. 2 സ്കൂളിലേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചോദിക്കുക നമ്മളോട്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ഒന്നാമത്തെ കുട്ടി എന്താ ചെയ്യുന്നത്? ഹീസ് ഹാപ്പി അല്ലേ. ഈസ് ഹി ഹാപ്പി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഹീസ് ഹാപ്പി. എന്തുകൊണ്ടാണ്? അവൻ സ്കൂളിൽ പോകാൻ റെഡിയാണ്. നല്ല പുത്തൻ കുപ്പായൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും കാരണം? ഈ പുത്തൻ കുപ്പായം കിട്ടി, സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. രണ്ടാമത്തെ ആളോ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? സെക്കൻഡ് ബോയ് എന്ത് ചെയ്യുക? കരയാണ്. അപ്പോൾ ചോദിക്കുക വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ എന്താ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക? അമ്മ പറയുന്നുണ്ടാവുക സ്കൂളിനെ കുറിച്ചും, സ്കൂളിലെ കുറേ കളിക്കാനുണ്ടടാ, അങ്ങനെയുണ്ടടാ, പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടൂടാന്നൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് നെക്സ്റ്റ് പറയാം, നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അപ്പം നമ്മളും നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് എന്ത് പറയും? അവരുടെയോ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഏതാ ടീച്ചർ എന്ന് വെച്ചാൽ ടീച്ചർ നിങ്ങളോട് പറയും അവരുടെ ഫസ്റ്റ് ഡേ. ഇപ്പോൾ നമ്മളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിട്ടോ. ഞാനൊക്കെ പോകുമ്പോൾ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ കരയാറുണ്ടായിരുന്നു. ഓക്കെ, ആദ്യ ദിവസമൊക്കെ ഞാൻ കരഞ്ഞ് കുഴപ്പമാക്കിയിട്ടുണ്ട്. അതുപോലെ നോക്കിയോ, ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ ഫസ്റ്റ് ഡേ അല്ലേ. നമ്മളിപ്പോൾ 5ാം ക്ലാസ്സിലെത്തി, പക്ഷേങ്കിൽ കുഞ്ഞ് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയേ. അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? എന്തായാലും സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരാളുടെ അനുഭവവും വിഷമവും ഒക്കെ നമുക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ മക്കളെ? ദ കിസ്സിങ് ഹാൻഡ്. ഓക്കെ, എന്താ പാഠത്തിൻ്റെ പേര്? ദ കിസ്സിങ് ഹാൻഡ് എന്നാണ്. നോക്കാലോ എന്താ പറയുന്നത്. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൽ ആരുണ്ട്? ഒരു ലിറ്റിൽ റാക്കൂൺ ഉണ്ട്. റാക്കൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെന്താ പറയുക? മരപ്പട്ടി എന്ന് പറയില്ലേ? യെസ്, അപ്പോൾ മരപ്പട്ടിയാണ്. ഓക്കെ, റാക്കൂൺ, ഒരു ലിറ്റിൽ റാക്കൂൺ ഉണ്ട്. എന്താ ലിറ്റിൽ റാക്കൂണിൻ്റെ പേര്? ചെസ്റ്റർ എന്നാണ്. ഓക്കെ, ലിറ്റിൽ റാക്കൂണിൻ്റെ പേരെന്താ? ചെസ്റ്റർ എന്നാണ്. ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ ആദ്യത്തെ സമയമാണ്. മടിയാണ്. ആർക്ക്? ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്. ആര്? ചെസ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. അപ്പോൾ നോക്കാം അവന് സ്കൂളിൽ പോവോ പഠിക്കോ എങ്ങനെയാണ് അമ്മ പറഞ്ഞ അവന് സ്കൂളിലേക്ക് വിടുന്നതെന്നൊക്കെ നമുക്ക് കാണണ്ടേ. ഓക്കെ, നോക്കാം. ആദ്യത്തെ പാരഗ്രാഫ്. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. I don't want to go to school, he told his mother. അതായത് ചെസ്റ്റർ റാക്കൂണ് അപ്പോൾ എവിടെ ഇരിക്കുന്നത്? ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. ഫോറസ്റ്റിൻ്റെ എഡ്ജിൽ എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ. ഓക്കെ, ഒരു മൂലയിൽ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്താ പറയുക? കരയാണ്. എന്നിട്ട് കരയുന്നത് നോക്കിയേ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് എവിടെ പോകണ്ട? എനിക്ക് സ്കൂളിൽ പോകണ്ട. ആരോടാ പറയുന്നത്? ഹി ടോൾഡ് ഹിസ് മദർ. അമ്മയോട് പറയാണ് എനിക്ക് എന്ത് വേണ്ട? എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എന്താ ചെയ്യണ്ടേ? എനിക്ക് നിങ്ങളുടെ കൂടെ, അതായത് അമ്മയുടെ കൂടെ എവിടെ നിൽക്കണം? വീട്ടിൽ തന്നെ നിൽക്കണം. എനിക്ക് എവിടെയും പോകണ്ടെന്നാണ്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. അപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മൾ കുഞ്ഞനല്ലേ ചെസ്റ്റർ റാക്കൂൺ. അപ്പോൾ ചെസ്റ്റർ റാക്കൂണിന് എന്തുണ്ട്?
കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കളിക്കണം ഇവിടെ നിന്ന്. ദെൻ ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. കുറേ കുഞ്ഞു കുഞ്ഞു ബുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറുപ്പത്തിൽ കഥാപുസ്തകമൊക്കെ നമുക്ക് മേടിച്ചു തന്നില്ലടാ. അതുപോലെ ആർക്കുണ്ടാവും? ചെസ്റ്റർ ഉണ്ടാവും. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ബുക്സ് എല്ലാം വായിക്കണം എന്ന് പറയാം. അപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ പറയാണ്. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എന്ത് ചെയ്യണം? ഊഞ്ഞാലുണ്ടേ. അപ്പോൾ സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്. രണ്ട് അർത്ഥമുണ്ട്. ആദ്യത്തെ സ്വിങ്ങും രണ്ടാമത്തെ സ്വിങ് എന്ന് പറഞ്ഞാൽ ആടുക എന്നുള്ള അർത്ഥം വരും. സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എന്ത് ചെയ്യണം? ഊഞ്ഞാലിൽ ആടണം എന്ന് പറയാണ്. ദെൻ പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. എന്താ ഭയങ്കര വിഷമത്തോടെ പറയാം. എന്നാ പ്ലീസ് എന്നാന്ന് ഞാൻ എന്ത് ചെയ്തോട്ടെ? ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാനിവിടെ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ. മിസ്സിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അപ്പം നമ്മൾ അമ്മ എന്ത് ചെയ്തു വന്ന് വെച്ചാൽ ചെസ്റ്റർ റാക്കൂണിനെ എടുത്തു. അപ്പോൾ കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യാണ്? നസിൽഡ് ഹിസ് ഇയർ. ഈ മൂക്കൊണ്ട് നമ്മളിങ്ങനെ ഓമനിക്കൂലേ, അങ്ങനെ ചെയ്തു. ആര്? അമ്മ. ഇയറിനടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ചെവി എങ്ങനെ പറയാം, നമ്മൾ മൂക്ക് കൊണ്ടിങ്ങനെ ചെവിക്ക് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓമനിക്കാണ്. ആര്? അമ്മ. ഓക്കെ. ഇതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ചെസ്റ്റർ റാക്കൂണിനോട് പിന്നെ എന്താ അമ്മ പറയുന്നത് നോക്കിയേ. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? നമ്മളും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം സ്കൂളിൽ പോകാൻ മടിയാണ് ആർക്ക്? നമ്മുടെ ചെസ്റ്റർ റാക്കൂണിന്. അപ്പോൾ അമ്മ പറഞ്ഞു ചില സമയത്ത് ഇങ്ങനത്തെ എല്ലാം ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആരെ? അമ്മ കാര്യങ്ങൾ മകനോട് പറയാണ്. വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? നല്ല സ്കൂളിൽ പോലൂടാ. യെസ്, ഈവൺ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ് ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് തോന്നും? പിന്നെ ചിലപ്പോൾ നമുക്ക് ആദ്യം പോകുന്ന സമയത്ത് ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്, അപ്പോൾ ഭയങ്കര അപരിചിതം അല്ലേ? കൂട്ടുകാരൊന്നും പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് എന്താ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുക. പിന്നെ സ്കാരി മീൻസ് ഭയപ്പെടുത്തുന്നതൊക്കെ തോന്നും. നമ്മൾ ഭയപ്പെടുത്തുന്നത് നമുക്ക് പരിചയമില്ലാത്ത ടീച്ചർമാരായിരിക്കും. ഇവരെങ്ങനെയാണ് നമുക്കറിയാം. നമ്മളെ അമ്മേൻ്റെ അച്ഛനെ പോലെ ആണോ ഇവരെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടാവും. ഈവൺ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ് ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ നീ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താണ്? നീ അത് ഇഷ്ടപ്പെടും. നിനക്ക് സ്കൂൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അല്ലേ? അപ്പം നിനക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഫ്രണ്ട്സ് അല്ല, അവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. ഒരുപാട് കൂട്ടുകാരായത് പുതിയ കൂട്ടുകാരെ കിട്ടും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ് അല്ലേ? അവിടെ ഉണ്ടാവില്ല കളിപ്പാട്ടങ്ങളൊക്കെ, അതൊക്കെ വെച്ചിട്ട് കളിക്കുക. ദെൻ യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ എ ന്യൂ സ്വിങ്സ്. നിനക്ക് പുസ്തകങ്ങൾ വായിക്കാം. പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പുതിയ ഊഞ്ഞാലുണ്ടാവും. ആ ഊഞ്ഞാലിൽ എന്ത് ചെയ്യുക? ആടാ. ഇവിടെ ഊഞ്ഞാലുണ്ട്. പിന്നെന്താ പറഞ്ഞേ? ഫ്രണ്ട്സ് ഉണ്ട്. ബുക്ക് വായിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞേ? അപ്പോൾ ഇതൊക്കെ അവിടെയുണ്ട്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ് ആൻഡ് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പുതിയ ഊഞ്ഞാലിൽ എന്ത് ചെയ്യാൻ പറ്റും? ആടാൻ വേണ്ടിയിട്ടും പറ്റും. ബിസൈഡ്സ് ഷീ ആഡഡ്. അപ്പോൾ അമ്മ കുറച്ച് കാര്യം പറഞ്ഞു അല്ലേ? അതിൻ്റെ കൂടെ അമ്മ ഒരു കാര്യം കൂടി കൂടാതെ, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെയാണ്, അപ്പോൾ ഒരു കാര്യം കൂടി അമ്മ കൂട്ടിച്ചേർക്കാണ്. എന്താ പറഞ്ഞേ? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം വാം ആൻഡ് കോസി ആസ് യു ഡേയ്സ് അറ്റ് ഹോം. അപ്പോൾ നമ്മളെ ചെസ്റ്റർ റാക്കൂൺ സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ പോവല്ലേ? അതുകൊണ്ട് അമ്മ ഒരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ സീക്രട്ട് നോക്കിയേ? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. നമുക്കൊരു സീക്രട്ട് അറിയാമെന്ന് പറയാൻ, ഒരു മനോഹരമായി ഇല്ലെങ്കിൽ ഭയങ്കര അത്ഭുതപ്പെടുന്ന ഒരു സീക്രട്ട് ആർക്കറിയാം? അമ്മയ്ക്ക് അറിയാമെന്ന് പറയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം സ്വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. നിൻ്റെ സ്കൂളിലെ രാത്രികൾ നിൻ്റെ വീട്ടിലെ പകൽ പോലെ ആക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതായത് എന്താണ്? നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ ഭയങ്കര മടിയനാണ് അല്ലേ? വിഷമം പിടിച്ചിരിക്കുകയാണ്. അമ്മേരുടെ അടുത്ത് നിന്ന് പോകണം, ഫ്രണ്ട്സിനെ വിടണം, ടോയ്സും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അമ്മേരെ അങ്ങോട്ട് പോകണം എന്നുള്ള സമയത്ത് ചെസ്റ്റർ റാക്കൂൺ അമ്മ പറഞ്ഞു ഒരു സീക്രട്ട് ഉണ്ട്. അപ്പം നിനക്ക് സ്കൂൾ പോലെ തന്നെ ആയിരിക്കും, വീട്ടിലെ പോലെ തന്നെ ആയിരിക്കും സ്കൂളെന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മ പറയാണ് ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. നമുക്കൊരു സീക്രട്ട് അറിയാം. എന്താ അറിയാം? ഒരു അത്ഭുതമുള്ളൊരു സീക്രട്ട് അറിയാം. ആൻഡ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ ആസ് സീം ആസ് വാം ആൻഡ് കോസി. വളരെ സുഖപ്രദവും ഊഷ്മളവുമായ ഒരു ദിവസം, ഇത് വീട്ടിലെ പോലെ തന്നെയുള്ള ദിവസമായിരിക്കും എവിടെയും കിട്ടുക, സ്കൂളിലും കിട്ടുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സീക്രട്ട് അറിയാമെന്ന് അമ്മ ആരോട് പറയാണ്? നമ്മുടെ ചെസ്റ്റർ റാക്കൂണിനോട് പറയാണ്. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ എന്താണ്? ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ തുടച്ചു. ആര്? നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ. അപ്പോഴത്തേക്ക് കണ്ണൊക്കെ തുടച്ചു. അമ്മ എന്തോ വലിയ വണ്ടർഫുള്ളായൊരു സീക്രട്ടാണ് അമ്മ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഒരു രഹസ്യമോ? എന്ത് രഹസ്യ? ഓക്കെ, അപ്പോൾ അമ്മ മറുപടി കൊടുക്കുകയാണ്, എ വെരി ഓൾഡ് സീക്രട്ട്. എന്താണ്? വളരെ പഴയ മുന്നേയുള്ള സീക്രട്ടാണ്.
സെറ്റ് മിസ്സിസ് റാക്കൂൺ. അമ്മ പറഞ്ഞു ഒരു പഴയ സീക്രട്ടാണ്, ഭയങ്കര പഴയ ഒരു സീക്രട്ട്. എന്തുകൊണ്ടാണ് പഴയെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ. അപ്പോൾ ചെസ്റ്റർ റാക്കൂണിൻ്റെ അമ്മ ഈ സീക്രട്ട് പഠിച്ചത് ചെസ്റ്റർ റാക്കൂണിൻ്റെ അമ്മയുടെ അടുത്താണ്, ചെസ്റ്റർ റാക്കൂണിൻ്റെ അമ്മമ്മയുടെ അടുത്താണ് അല്ലേ? യെസ്. ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹെർ മദർ. ഓക്കെ. അപ്പം ചെസ്റ്റർ റാക്കൂണിൻ്റെ അമ്മമ്മ എവിടെ നിന്നാണ് പഠിച്ചത്? അമ്മയുടെ അമ്മ പഠിച്ചത് അവരുടെ അമ്മയുടെ അടുത്ത് നിന്നാണ്. അപ്പോൾ അത്രയും ഓൾഡായ ഒരു സീക്രട്ടാണ്. ഓക്കെ. എന്താ സീക്രട്ട് നോക്കണ്ടേ? ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ് എന്നാ പറയുക. അതാണ് ആ സീക്രട്ടിൻ്റെ പേരാണെന്ത്? കിസ്സിങ് ഹാൻഡ്. അപ്പം ചെസ്റ്റർ റാക്കൂൺ ഭയങ്കര അത്ഭുതമായേ. അപ്പം ചെസ്റ്റർ റാക്കൂൺ എന്താ ചോദിക്കുന്നത് നോക്കിയേ? ദ കിസ്സിങ് ഹാൻഡ്. ആസ്ക് ചെസ്റ്റർ ചോദിച്ചു കിസ്സിങ് ഹാൻഡോ? അതെന്താ അല്ലേ? യെസ്. വാട്ട്സ് ദാറ്റ്? അതിനാണ് അടുത്ത് ചോദിക്കുന്നത്. എന്താ അത്? അപ്പോൾ ഐ വിൽ ഷോ യു. അമ്മ പറഞ്ഞു എന്താ? ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താന്ന് നമുക്ക് നോക്കണ്ടേ? മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു ഫാൻ. എന്താ ചെയ്തേ? മിസ് റാക്കൂൺ നമ്മൾ സീക്രട്ട് കാത്തിരിക്കില്ലേ ഇന്ന്. അപ്പോൾ ഈ അമ്മ റാക്കൂണ് എന്ത് ചെയ്യാണ്? ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വിരലൊക്കെ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കിയേ? ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വിടർത്തി പിടിച്ചു. എന്നിട്ട് ലീനിങ് ഫോർവേഡ് അമ്മ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞിട്ട് ഷി കിസ്ഡ് ചെസ്റ്റേഴ്സ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അപ്പോൾ എന്താണ്? ചെസ്റ്ററിൻ്റെ കൈയുടെ മിഡിലിൽ എന്ത് ചെയ്യാണ്? കൈപ്പത്തിയുടെ നട്ട് ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. പെട്ടെന്നൊരു ഉമ്മ കിട്ടിയപ്പോൾ ചെസ്റ്ററിന് എന്താ ഫീൽ ചെയ്തെന്ന് നോക്കിയേ? ചെസ്റ്ററിന് ആ മുത്തം ഇല്ലേ, ആ ഉമ്മ എങ്ങനെയാണ് അവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയി, ഉള്ളം കയ്യിൽ നിന്ന് പോയി കൈകളിലൂടെ വന്ന് എവിടെയാണ് അവൻ്റെ ഹൃദയത്തിലെത്തിയ പോലെ ആർക്ക് തോന്നി? നമ്മളെ ചെസ്റ്റർ റാക്കൂണിന് തോന്നി. ഓക്കെ. നമുക്കും കിട്ടിയിട്ടുണ്ടാവില്ലടാ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഉമ്മ തന്നെ വിടാറില്ല വീട്ടിൽ നിന്ന്. ഇപ്പോൾ കിട്ടാറുണ്ടാവും അല്ലേ? സ്നേഹം കൂടുമ്പോൾ നമുക്ക് അച്ഛനമ്മയ്ക്ക് ഉമ്മ തരാറൊക്കെ ഉണ്ട് അല്ലേ? യെസ്. അതുപോലെ ഈ മുത്തം കിട്ടിയ സമയത്ത് എന്താണ്? ചെസ്റ്റർ റാക്കൂൺ വല്ലാത്തൊരു എന്താ പറയുക, അത് ഹൃദയത്തിലെത്തിയെന്നാണ് പറഞ്ഞത്. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അപ്പോൾ അവൻ്റെ മുഖത്ത് നമ്മളൊരു സ്പെഷ്യൽ മാസ്ക് ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു ബ്ലാക്ക് മാസ്ക് ഒക്കെ. അതുവരെ എന്താണ്? ഒരു പുളകം കൊണ്ടുപോയി. ആ ഒരു ഉമ്മ കിട്ടുന്ന സമയത്ത് ചെസ്റ്റർ റാക്കൂൺ അമ്മയുടെ സ്നേഹം ശരിക്കും അവൻ്റെ ശരീരത്തിലേക്ക് മുഴുവനായിട്ട് കയറി. ഓക്കെ. മിസ് റാക്കൂൺ സ്മൈൽഡ്. നൗ ഷി ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you, Mummy loves you. അപ്പോൾ നോക്കാം മിസ് റാക്കൂൺ എന്താ പറഞ്ഞത്? ചിരിച്ചു. ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറയാണ്. ആരോട്? നമ്മളെ ചെസ്റ്റർ റാക്കൂണിനോട് പറയാന്നേ. എന്താ പറഞ്ഞേ? ഷി ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely and need a little love from home. എപ്പോഴാണോ നിനക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത്, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിലുള്ള സ്നേഹം, അത് വീട്ടിൽ നിന്ന് ഇത്തിരി സ്നേഹം വേണമെന്നല്ലേ, അമ്മേനെയൊക്കെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ അമ്മേനെയൊക്കെ കാണണമെന്നോ അമ്മേരെ സ്നേഹം വേണമെന്നോ തോന്നുന്ന സമയത്ത് ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു എ ചീക്ക് ആൻഡ് തിങ്ക്. അപ്പോൾ നീ ഈ അമ്മ കൊടുത്ത മുത്തം വെച്ച കൈ എന്ത് ചെയ്യണം? കവിളത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കണം, മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു. അമ്മ നിന്നെ സ്നേഹിക്കുന്നു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ ഓർക്കുന്ന സമയത്ത് ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ്. ആ മുത്തം നിൻ്റെ കവിളിലേക്ക് വരും. ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പം നിനക്ക് എന്താണ്? ഈ വീട്ടിലെ നല്ല ഊഷ്മളമായ നല്ല സ്നേഹം ഇല്ല, വീട്ടിലെ ആ സ്നേഹമൊക്കെ നിനക്ക് ആ സമയത്ത് തന്നെ കിട്ടും. ഓക്കെ. ഷി ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അപ്പോൾ ഈ മുത്തം എന്താണ് കൊടുത്ത കൈ, അങ്ങനെ അമ്മ അവൻ്റെ കൈ വീണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ ഫിംഗേഴ്സ് ഇങ്ങനെ ചുരുട്ടാണ്. നമ്മളിങ്ങനെ മുറുക്കുക, എന്നും കളയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിടിക്കൂലേ, അതുപോലെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റി പിടിച്ചു കൊടുത്തു. ഓക്കെ. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷി ടീസ് ചെയ്യും. അപ്പം അമ്മ ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടല്ല. അപ്പം അമ്മ പറയാൻ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. അയ്യോ അത് കയ്യിൽ നിന്ന് കളയൊന്നും ചെയ്യല്ലേ, ശ്രദ്ധിക്കണേ എന്നൊക്കെ നമ്മളോട് പറയില്ലേ, അതുപോലെ പറഞ്ഞു. ഷി ടീസ് ചെയ്യും. അത് കളിയാക്കി പറയണല്ലേ, എന്തായാലും കയ്യിൽ നിന്ന് പോവാ ഇല്ല, അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ടുണ്ട്. ദെൻ ബട്ട് ഡോണ്ട് വറി വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. അപ്പം അമ്മ വേറൊരു കാര്യം കൂടി അവനോട് പറയാണ്, ബട്ട് ഡോണ്ട് വറി, പക്ഷേ നീ പേടിക്കണ്ട, കളയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പേടിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഫുഡൊക്കെ കഴിച്ചിട്ട് കയ്യെല്ലാം കഴുകുന്ന സമയത്ത് എന്താ, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്, ഞാൻ ഉറപ്പ് തരാം ആ കിസ് നിൻ്റെ കയ്യിൽ നിന്ന് എവിടെയും പോവില്ല, അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലേ, പറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെ എന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല എന്ന് പറഞ്ഞു. ചെസ്റ്റർ ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്, ചെസ്റ്ററിന് കിസ്സിങ് ഹാൻഡ് ഭയങ്കര ഇഷ്ടമായി. ദെൻ നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേർ ഹി വെൻറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇപ്പോൾ അവന് ഉറപ്പാണ് എന്താണ്, അവൻ എവിടെ പോകുന്നു അവിടെയൊക്കെ പോകുന്ന സമയത്തൊക്കെ അവൻ്റെ കൂടെ എന്തുണ്ടാവും, മദേഴ്സ് ലവ്, അമ്മയുടെ സ്നേഹവും ഒപ്പരം തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്, ആ കയ്യിൽ എന്താണ് അമ്മ കൊടുത്തിട്ടുണ്ടല്ലേ, നല്ലൊരു ഉമ്മ അവിടെ കൊടുത്തിട്ടുണ്ട്.
ഈവൻ ടു ദ സ്കൂൾ, അല്ലേ, സ്കൂളിലേക്കായാലും എവിടെ ആയാലും എന്താണ് ആ കിസ് എവിടെയും പോകാനില്ല, അവൻ്റെ കയ്യിൽ ഉണ്ടാവും. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക് തോട്ട്ഫുൾ. അന്നിങ്ങനെ രാത്രി ഇങ്ങനെ ചെസ്റ്റർ ഇങ്ങനെ സ്കൂളിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ചിന്താവിഷ്ടനായിട്ട് നിൽക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത് നോക്കാലോ. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. നമ്മളെ ചെസ്റ്റർ റാക്കൂൺ എന്തോ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് പറഞ്ഞല്ലേ. പെട്ടെന്ന് ചെസ്റ്റർ റാക്കൂൺ എന്ത് ചെയ്യാണ്, ടേൺ ടു ഹിസ് മദർ, അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ടോ ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക മീൻസ് നമ്മൾ ഈ ഗോഷ്ടി കാണിച്ച് ചിരിക്കൂലേ, ഒരു കള്ളച്ചിരി വികൃതിച്ചിരി എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഓക്കെ, ചിരിച്ചു. എന്നിട്ടോ ഗിവ് മീ യുവർ ഹാൻഡ്. അമ്മയോട് എന്താ പറഞ്ഞേ, കൈ കൊണ്ടാ അല്ലേ, അമ്മയുടെ കൈ കാണിച്ചേ. ഗിവ് മീ യുവർ ഹാൻഡ് ഹി ടോൾഡ് ഹെർ മദർ. അമ്മയോട് പറയാണ് എന്താണ്, വിരല് കൈ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു. ഓക്കെ, കൈ കാണിക്കാനാണ് പറഞ്ഞത്. അപ്പം ചെസ്റ്റർ ടു ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡ് ഹെർ ലാർജ് ഫാമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു ഫാൻ. അങ്ങനെ അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മയുടെ കൈ ഇങ്ങനെ നിവർത്താൻ ആര്, നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ. നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. അപ്പം എന്നിട്ട് അങ്ങനെ മുന്നോട്ട് ആഞ്ഞിട്ട് അമ്മയുടെ കയ്യിലും ഒരു ഉമ്മ കൊടുത്തു. ആരാണ് നേരത്തെ കൊടുത്ത, അമ്മ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ ആർക്ക് ഉമ്മ കൊടുക്കുകയാണ്, അമ്മയുടെ കയ്യിലൊരു മുത്തം കൊടുക്കുകയാണ്. ഓക്കെ, നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. എന്താണ്, അപ്പോൾ അമ്മക്കും എന്തുണ്ട്, ഇപ്പോൾ അമ്മക്കും എന്തായി, ഒരു കിസ്സിങ് ഹാൻഡ് ആയി എന്ന് പറയാണ്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. എന്നിട്ട് എന്തോ ഒരു ബൈ പറഞ്ഞിട്ട് പോവാൻ. ഐ ലവ് യു. ആരോടാ പറയുന്നത്, അമ്മയോട് പറഞ്ഞു. ജസ്റ്റ് സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. അവനെ തിരിയുന്ന സമയത്ത് അമ്മയോട് എന്ത് പറഞ്ഞു, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഡാൻസ് കളിച്ചുകൊണ്ട് പോവാണ്. എങ്ങോട്ടാണ് പോകുന്നതിനി നമുക്ക് നോക്കാമല്ലോ ബാക്കി. മിസ് റാക്കൂൺ വാച്ച് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് ദ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. അപ്പോൾ നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ എങ്ങോട്ടോ ഓടുന്നത്, സ്കൂളിലേക്ക് ഓടാണ്. സ്കാമ്പർ മീൻസ് തുള്ളിച്ചാടി പോവില്ലേ നമ്മൾ. അപ്പം പിന്നെ ഒരു കമ്പൊക്കെ തുള്ളി ചാടി കടന്ന് ആര് പോവുകയാണ് സ്കൂളിലേക്ക്, നമ്മളെ ചെസ്റ്റർ റാക്കൂൺ സ്കൂളിലേക്ക് പോവുകയാണ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ് ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് അറ്റ് ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അമ്മ ഇങ്ങനെ നമ്മളെ ചെസ്റ്റർ റാക്കൂൺ സ്കൂളിലേക്ക് വന്ന് ഇങ്ങനെ നോക്കിയേക്കാണ്, കുഞ്ഞുമക്കൾ പോകുന്നത്. അങ്ങനെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മളെ കാണും, നമ്മളിങ്ങനെ പോകുമ്പോൾ അമ്മയും ഇങ്ങനെ പുറത്തിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവും ഇല്ലേ. എസ് സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിടാനൊക്കെ വരാറുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുക. അതുപോലെ ഈ അമ്മയും ചെസ്റ്റർ റാക്കൂൺ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന അവിടുത്തെ ഫസ്റ്റ് ബെല്ലിങ്ങനെ അടിച്ച സമയത്ത് അമ്മ എന്ത് ചെയ്യാണ്, ഇപ്പം നോക്കിയേ, ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽ. അമ്മയുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത കവിളത്ത് ഇങ്ങനെ വെച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് ഹിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പോൾ നേരത്തെ അമ്മ ചെസ്റ്ററിന് പറഞ്ഞു കൊടുത്ത അതേ കാര്യം തിരിച്ച് നമുക്ക് ഫീൽ ചെയ്യാണ്. എന്താണ്, ചെസ്റ്ററിൻ്റെ സ്നേഹം ആർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചെസ്റ്ററിൻ്റെ ആ കിസ്സിൻ്റെ ചൂട് അമ്മയുടെ കവിളിൽ പതിക്കുന്നു. അത് ഹൃദയത്തിൽ ഒരുപാട് എന്താണ് പറയുക, വേർഡ്സ് ഇങ്ങനെ കൊണ്ടുവരാണ്. എന്തായിരിക്കും അത്, ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു. അപ്പോൾ എന്താണ്, ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സൗണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇത് പറയുന്ന കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ്, ചെസ്റ്റർ റാക്കൂൺ ഭയങ്കര മടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെന്താണ്, അമ്മ ഒരു സീക്രട്ട് പറഞ്ഞു കൊടുത്തു. അത് വെച്ച് നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ എവിടെ പോയി, സ്കൂളിലേക്ക് പോയി. അപ്പോൾ അമ്മയ്ക്ക് ചെസ്റ്റർ റാക്കൂണിയും വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെസ്റ്റർ റാക്കൂൺ ആരെ അമ്മേനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ അവർ കണ്ടുപിടിച്ച സീക്രട്ട് നമുക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും എന്ത് ചെയ്യണം, കഥ ശരിക്കും കേൾക്കുക, എന്നിട്ട് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് ഉണ്ടാവുമേ. അപ്പോൾ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ.